ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആർവെയിലെ പോലെ തന്നെ മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 10 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ 1 കോടി രൂപ വരെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് പറയാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും കൂടെ, റീറ്റെയിലേഴ്സ് വിചാരിച്ചാൽ മാത്രം 5 yearsനുള്ളിൽ ഞാൻ പറഞ്ഞ റിട്ടേൺ നിങ്ങൾക്ക് എല്ലാവരും കിട്ടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ വീഡിയോ ഇതിനെടുത്ത്. ആർവെയിനിൽ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇടാൻ പോവാണ്. റീറ്റെയിലേഴ്സിനെ ബോധവാന്മാരാക്കാൻ പോവാണ്. കാരണം കുറേ കൊല്ലം മുന്നേ പല ഷെയർസും ഞാൻ പറഞ്ഞത്, ആർവെയിൽ ഇപ്പോൾ CDSL സ്റ്റോക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. CDSL ഞാൻ 400 rupees ഉള്ളപ്പോൾ സ്റ്റോക്ക് പറഞ്ഞു. കാരണം അത്രയും ബുള്ളിഷ് സ്റ്റോക്കിന് മേലെ. വളരെ സിമ്പിൾ റീസണാണ് അതിലുണ്ടായത്. നമ്പർ ഓഫ് അക്കൗണ്ട് ഓപ്പണിംഗ്, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് CDSലാണ്. ഡയറക്റ്റ്ലി അങ്ങനെ വരികയാണെങ്കിൽ വെറും 2% മാത്രമേ ജനങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കമ്മിങ് ഇയേഴ്സ് അത് കൂടുന്നതനുസരിച്ച് CDSL ബെനിഫിറ്റ് ആവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 400 rupees ഷെയർ ഇന്ന് ആഫ്റ്റർ ബോണസ് 2000 rupees, അതായത് 4000 rupees ലെവലിലേക്കാണ് പോയത്. 400 rupees ആണ് 4000. അതുപോലെ തന്നെ ഇപ്പോഴുള്ള റേറ്റിൽ നിന്ന് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള കമ്പനിയാണ് ഇന്ന് പറയാൻ പോണ ഈ കമ്പനി. അപ്പോൾ റീറ്റെയിലേഴ്സ് വിചാരിച്ചാൽ മാത്രം 10 ഇരട്ടി ലാഭ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഈ പറയാൻ പോണ കമ്പനി. കമ്പനീൻ്റെ പേര് വേറൊന്നുമല്ല, LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് ഒരുപാട് പോയിൻറ്റ്സ്, ഒരു 5-6 പോയിൻറ്റ്സ്, വളരെ സോളിഡായിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു റീസൺ മാത്രം മതി സ്റ്റോക്കിനെ ഞാൻ പറഞ്ഞ ലെവലിലേക്ക് എത്തിക്കാൻ. ഫസ്റ്റ് റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രം വിചാരിച്ചാൽ ഈ ഒരു റിട്ടേൺ കിട്ടാൻ സാധിക്കുന്ന സ്റ്റോക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, 96.5% സ്റ്റേക്ക് നമ്മളെ ഗവൺമെൻറ് അടുത്താണുള്ളത്. ഹാർഡ്ലി 1% സ്റ്റോക്കാണ് FISും DASും മ്യൂച്വൽ ഫണ്ട്സ് എടുത്തുള്ളത്. ബാക്കി 2.36% സ്റ്റേക്ക് ഉള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. പലപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ പേഷ്യൻസ് നശിച്ചതിന് ശേഷം മാത്രം അവർ കൈവിട്ട് പോകുന്നതാണ് പല സ്റ്റോക്സും. ആ ഒരു കേസ് ഈ ഒരു LIC ഉണ്ടാകാൻ പാടില്ല. ആർവെയിനിൽ ഞാൻ വീഡിയോ ഇട്ട കാരണം തന്നെ ഒരുപാട് ആൾക്കാർ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. LICയും അതുപോലെ തന്നെയുള്ള സ്റ്റോക്കാണ്. അതായത് ഈ 2.36% സ്റ്റോക്കാണ് ഇപ്പോൾ സെല്ലും ബൈ നടക്കുന്നത്. കാരണം ഈ 96.5% ഗവൺമെൻറ് എടുത്താണ്. ബാക്കിയുള്ള 1% FIS, DAS, മ്യൂച്വൽ ഫണ്ട്സ് അവർ വിൽക്കുന്നില്ല സ്റ്റോക്ക്. നമ്മൾ ബാക്കിയുള്ള 2.36% റീറ്റെയിലേഴ്സിനുള്ള കയ്യിലുള്ള സ്റ്റോക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് കളിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് മാക്സിമം റീറ്റെയിലേഴ്സിന് ക്ഷമ പരീക്ഷിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഷെയർസൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ ഒറ്റ ഉദാഹരണം, ജൂൺ ക്വാർട്ടറിൽ 0.14 ഉള്ള FIS സ്റ്റേക്ക് 0.19 കൂട്ടിയിട്ടുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിന് ഇത് 0.68 സ്റ്റേക്ക് 0.79 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ സ്റ്റോക്കും അവർ കിട്ടിയത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് മാത്രം. മാക്സിമം സ്റ്റേക്ക് റീറ്റെയിലേഴ്സിന് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് കയറി പോലുണ്ട്. നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. കാരണം ഫ്ലോട്ടിംഗ് ഷെയർസ് വളരെ കുറവാണുള്ളത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും LIC ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മറന്നേക്കാം. ആ സ്റ്റോക്കിന് ഡെയിലി അതിൻ്റെ പ്രൈസ് നോക്കണ്ട. നെക്സ്റ്റ് 5 years വെക്കാം. SIPക്ക് നിങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ LIC വാങ്ങി കൂട്ടാം. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ തന്നെയാണ് പറയാനുള്ളത്. സെക്കൻഡ് പോയിൻ്റ്, ഞാൻ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ പല രാജ്യങ്ങളിലും ആ ഒരു രാജ്യത്തിൻ്റെ എക്കോണമിൻ്റെ പില്ലർ ബാങ്കാണ്. ഇന്ത്യയിലും ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഈ ബാങ്ക് പോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാതിരി തന്നെ ഒരു പില്ലറായി മാറാൻ ശക്തിയുള്ള ഒരു കമ്പനിയാണ് LIC. ഇന്ത്യനെ കേസ് എടുക്കുമ്പോൾ LICയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് പറയുന്നത് ഇന്ത്യൻ്റെ എക്കോണമീൻ്റെ പില്ലറാണ്. അപ്പോൾ അങ്ങനത്തെ വല്ല പ്രസ്റ്റീജിയസായ കമ്പനി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷെയറെങ്കിൽ LICൻ്റെ എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്ററും വാങ്ങി വെക്കണം. പിന്നെ എൻ്റെ മൂന്നാമത്തെ പോയിൻ്റ് അതിൻ്റെ അസറ്റ് വാല്യൂഷൻസ് ആണ്. LICൻ്റെ അസറ്റ് വാല്യൂ ചെയ്യുകയാണെങ്കിൽ കോടാനുകോടി രൂപ ഉണ്ടാവാം. അവരെ ഓൾ ഇന്ത്യയിലുള്ള അവരുടെ അസറ്റ് പ്രെമിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു കമ്പനിയാണ് LIC. അവരുടെ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ 0.01% കാണിച്ചിട്ടുള്ളൂ. ബാലൻസ് ഷീറ്റ് നോക്കാണ്. ശരിക്കും അവരുടെ അസറ്റ് വാല്യൂ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കമ്പനിയാണ് LIC.
അതുപോലെ തന്നെ അവർക്കുള്ള സെക്യൂരിറ്റീസിലുള്ള അവരുടെ ഹോൾഡിങ്സ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അവരുടെ ഹോൾഡിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കോടാനുകോടി ഉറുപ്പ്യ അങ്ങനെയുണ്ട്. യഥാർത്ഥത്തിൽ LICന് വാല്യൂ എത്രയാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല, അത് പറഞ്ഞിട്ടുമില്ല. അത് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എത്രയോ മടങ്ങാണ് ആക്ച്വലി LICൻ്റെ വാല്യൂ. പിന്നെ ബിസിനസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വേറൊരു സംഭവം, ഇതുവരെ ഒരു പെർട്ടിക്കുലർ ഇൻഷുറൻസ് ചെയ്യുന്ന കമ്പനിക്ക് ലൈഫാണെങ്കിൽ ലൈഫേ ചെയ്യാൻ പറ്റില്ല, അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസിലേക്കോ വാഹന ഇൻഷുറൻസിൽ കിടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്യുന്ന കമ്പനിക്ക് LIC ലൈഫ് ഇൻഷുറൻസിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലാം വൺ അംബ്രലിൻ്റെ അണ്ടിൽ ആയി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു കമ്പനിക്ക് വേണമെങ്കിൽ എല്ലാ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പം വമ്പന്മാർക്ക് അതിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ICICI ബാങ്ക്, SBI, പിന്നെ അതുപോലെ തന്നെ HDFC ലൈഫ് ഇൻഷുറൻസ്, ഇവർക്കൊക്കെ വേണമെങ്കിൽ പിടിച്ചേക്കാൻ പറ്റും. ഇവർക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി LIC നമ്പർ 1. LIC ഇവർക്ക് എല്ലാവർക്കും ഉള്ളൂ, കാരണം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ട് ഇവർക്കെല്ലാം വേണമെങ്കിൽ വളരെ കൂളായിട്ട് ഈ ബിസിനസ്സിൽ ചെയ്യാൻ സാധിക്കുന്ന കമ്പനി LIC. സോ ഈ എല്ലാ ബിസിനസ്സുകളും വന്നാൽ LIC എന്തായിരിക്കും, ഓൾറെഡി ലൈഫ് ഇൻഷുറൻസ് ചെയ്തിട്ട് തന്നെ LICൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടി വരാണെങ്കിൽ വേറെ ലെവലെത്തും. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്, ഓൾറെഡി പാസ്സായ കാര്യങ്ങളാണ്. പിന്നെ ഉള്ള എൻ്റെ 5ാമത്തെ പോയിൻറ്റ്, ഈ കമ്പനി ജസ്റ്റ് ബിഗിൻ ചെയ്തിട്ടേ ഉള്ളൂ. IPO ഉള്ളത് 960 ഇപ്പോൾ 960 തന്നെ ഉള്ളത്. 10 രൂപ ഫേസ് വാല്യുള്ള കമ്പനി. ഭാവിയിൽ ഒരു 2 ബോണസ് മിനിമം 5 ഇയേഴ്സിനുള്ളിൽ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രതീക്ഷിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു 1000 രൂപയിൽ കിടക്കുകയാണെങ്കിൽ 1:1 ബോണസ് 2 പ്രാവശ്യം കിട്ടുക. പിന്നെ ഷെയർ 5 രൂപ സ്പ്ലിറ്റ് അല്ലെങ്കിൽ 2 രൂപ സ്പ്ലിറ്റ് ആയി ഇത് ശേഷം ചിലപ്പോൾ 2000-3000 രൂപയിൽ സ്റ്റോക്ക് എടുക്കേണ്ട. അതായത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ 1000 രൂപ ഷെയർ 10,000-ലേക്ക് പോവാം. 1 lakh ഇൻവെസ്റ്റ് 10 lakhs ആകാം. അതാവുമ്പോൾ ജസ്റ്റ് ബിഗിനിങ് മാത്രം. കാരണം ഗവൺമെൻറ്റാണ് പ്രൊമോട്ടേഴ്സ്, ഗവൺമെൻറ് ഭാവി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ഡിവിഡൻഡ് എത്രത്തോളം മാക്സിമം കൊടുക്കുന്ന അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഗവൺമെൻറ് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് മാക്സിമം ഡിവിഡൻഡ് പ്രഖ്യാപിക്കും, അത് ഗുണം ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഓൾട്ടുകഥ LIC എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൾട്ടി ബാഗ് പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള SBI മാതിരി തന്നെയുള്ള ഒരു കമ്പനി. SBIൻ്റെ ഇപ്പോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ നിയർ അബൌട്ട് 7,000 rupees ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് 1 രൂപ ഫേസ് വാല്യൂ ഷെയറാണ്. അങ്ങനത്തെ ഒരു വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ LIC ലെവലിൽ എന്തായാലും എത്തേണ്ടതാണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് 2020 2,712 കോടിയുള്ള സ്ഥലത്ത് 2024 ആകുമ്പോഴേക്ക് 40,620 കോടിയാണ് LICൻ്റെ വളർച്ച. എത്രത്തോളം മനസ്സിലാക്കുക. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. LICക്ക് ഡെപ്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് ജൂണിൽ 0.14 0.19 FIS മ്യൂച്വൽ ഫണ്ട്സ് 0.68 0.79 ഈ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ റിസർവ് 75,613 കോടി റിസർവ് ഉള്ള കമ്പനിയാണ് LIC. പ്രസൻറ്റ് പ്രൈസ് 1024. എൻ്റെ ടാർഗറ്റ് 5,000 ഫോർ ടൈം ബീങ്. 5,000 to 10,000 വരെ എളുപ്പത്തിൽ പോവുക. ടൈം പീരീഡ് 2 years to 5 years ആണ്. ഷോർട്ട് ടേം ആയിട്ട് 1,300 ടാർഗറ്റിലും ലോങ് ടേം ആയിട്ട് 5,000 ടാർഗറ്റിലും വാങ്ങാൻ LIC. പക്ഷേ LIC വാങ്ങുകയാണെങ്കിൽ മറന്നേക്കണം, വാങ്ങിയിട്ട് മറക്കണം. പിന്നെ അതിനെ പറ്റി നോക്കാൻ പാടില്ല. SIP പൈസ ഉണ്ടെങ്കിൽ എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യുക. P ratio ഇപ്പോഴത്തെ ഇൻഡസ്ട്രി പിന്നെ പകുതിയുള്ള P ratio. ഇപ്പോഴത്തെ ലെവലിൽ തന്നെ LIC 2,000-2,500 രൂപയിൽ ട്രേഡ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. EPS 65.76 ഉണ്ട്. ബുക്ക് വാല്യൂ 130 rupees ഉണ്ട്. ഓൾട്ടുകഥയിൽ വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് സ്റ്റോക്കാണ്. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ റെക്കമെൻഡ് ചെയ്യുന്നു. സോ ആസ് യൂഷ്വൽ ഞാൻ സ്ഥിരം പറഞ്ഞതുമായി തന്നെ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് ഉണ്ട് അവർ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോസിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.